നിങ്ങളെല്ലാവരും ഇത് കാണുമായിരിക്കും. എൻ്റെ അച്ഛനെയാണ് ഇവിടെ പ്രതിയാക്കി നിർത്തിയിരിക്കുന്നത്. പക്ഷേ എൻ്റെ അച്ഛൻ ഇവിടെ ആയിട്ട് ആരുമായിട്ട് ഒരു തർക്കമില്ല, ഒരു പ്രശ്നത്തിനും പോകാത്ത ആളാണ്. ഇന്നലെ എൻ്റെ അച്ഛൻ ഇവിടെ തുണി ബട്ടൺസ് വെക്കാൻ വേണ്ടി പോയിട്ട് വരുമ്പോഴാണ് അവർ രണ്ടുപേരും വന്ന് എൻ്റെ അച്ഛനെ എടാ എന്ന് വിളിച്ച് നേരിട്ട് പോയി അച്ഛനെ അവിടെ നിന്ന് അവർ രണ്ടുപേരും വണ്ടിയിൽ ഇറങ്ങി അച്ഛൻ നടന്നു പോകുമ്പോൾ ഇറങ്ങി ഓടിച്ചെന്ന് അടിക്കുക. അത് ഇവിടെ ഈ നാട്ടുകാരെല്ലാവരും കണ്ടോണ്ടിരുന്നതാണ്. കണ്ടിട്ടാണ് നാട്ടുകാർ ഓടിപ്പോയി അവരെ മാറ്റി വിട്ട് പിരിച്ചു വിട്ടേ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഒരാൾ ശ്രദ്ധിച്ച് കെട്ടണം. ഒരാളെ നിങ്ങളെ ഉപദ്രവിക്കാൻ വരുക, നിങ്ങളെ അടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സെൽഫ് ഡിഫെൻസ് ചെയ്യും. എൻ്റെ അച്ഛൻ അതേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ അച്ഛൻ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇവിടെ. പക്ഷേ ഞങ്ങളാരും കൊട്ടേഷൻ കൊടുക്കാൻ പോയിട്ടില്ല, ഒരു കാര്യം ചെയ്യാൻ പോയിട്ടില്ല. നിങ്ങളെല്ലാവരും എൻ്റെ അച്ഛനെ മാത്രം പ്രതിയാക്കിക്കുന്നത്. ഈ നാട്ടുകാർ ഒരു സൈഡ് മാത്രം നോക്കാതെ ഞങ്ങളുടെ സൈഡ് നോക്കണം. ഞങ്ങളുടെ സൈഡ് കഴിഞ്ഞ ദിവസം അർജുന് വെളി വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ അവിടെ വന്നിട്ട് എൻ്റെ അച്ഛനെ വെല്ലുവിളിക്കുമായിരുന്നു ഇവർ. എടാ പാൽരാജൻ, അവർ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, താ കൂട്ടി എൻ്റെ അച്ഛനെ തെറി വിളിച്ചിട്ടാണ് അവർ പറഞ്ഞത്, പാൽരാജ് താ പുറത്തു പോകണം, നിന്നെ ഞാൻ കൊന്നിട്ടേ ഉള്ളൂ. 2 ജീപ്പിന് ആൾ വന്നായിരുന്നു. അത് പോലീസുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഹൈക്കോടതി ഇരുന്ന് ഞങ്ങൾ പ്രൊട്ടക്ഷനുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വീട്ടിൽ ഇരുന്നത്. ആ പ്രൊട്ടക്ഷനിൽ പോലീസ് ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുമില്ല, ഒന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ അച്ഛൻ 3 ദിവസമായിട്ടേ ഉള്ളൂ കടയ്ക്ക് പെരിയാർ വന്ന് കട തുറക്കാൻ തുടങ്ങിയിട്ട്. തുറന്ന് ഈ 3ാമത്തെ ദിവസമാണ് ഈ പ്രശ്നം നടക്കുന്നത്. ഇതിനിടയ്ക്ക് ഞങ്ങളെ ആരും വിളിച്ച് ചോദിച്ചിട്ടില്ല, ഒന്നുമില്ല. ഞങ്ങൾ ഇതിൽ കൂടെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്?